നമസ്കാരം, ജേക്കബ് ജോർജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആദ്യത്തെ യൂണിറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഐ വിൽ ഫ്ലൈ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ തൊട്ടടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന പ്രശസ്തനായ സയൻറ്റിസ്റ്റിൻ്റെ ജീവിതകഥയാണ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ടൈറ്റിലിന് കീഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് കിറ്റി ഗേൽ ഫെർഗൂസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് റൈറ്ററാണ്. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ കിറ്റി ഗേൽ ഫെർഗൂസനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, കിറ്റി ഗേൽ ഫെർഗൂസൺ ഈസ് എ science writer, lecturer and a former professional musician. She has authored numerous science books including books on biographical facts. ധാരാളം സയൻറ്റിഫിക് ബുക്സ് ഈ കിറ്റി ഗേൽ ഫെർഗൂസൺ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ബയോഗ്രാഫിക്കൽ ഫാക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും കിറ്റി ഗേൽ ഫെർഗൂസൺ അവരുടെ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇവിടെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രമാണ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഈ ഒരു ലേഖനത്തിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഫെർഗൂസൺസ് വർക്ക്സ് ആർ റിക്കഗ്നൈസ്ഡ് ഫോർ ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് അക്യുറസി. വളരെ ഡീറ്റെയിൽ ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുമാണ് അവരുടെ ലേഖനങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ ബുക്കുകളെല്ലാം തന്നെ ഈ കിറ്റി ഗേൽ ഫെർഗൂസൺ എഴുതാറ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ്. അതുമാത്രമല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് വളരെ ലളിതമായി അവതരിപ്പിക്കാനും ഈ കിറ്റി ഗേൽ ഫെർഗൂസന് മനോഹരമായ ഒരു കഴിവുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് കിറ്റി ഗേൽ ഫെർഗൂസനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. എന്താണ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, അതിനെയാണ് ക്വസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, അതായത് സകലത്തിൻ്റെയും തത്വത്തിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം. അതായത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് ലോകത്താകട്ടെ ആകാശത്താകട്ടെ, അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് പിന്നിലുള്ള തത്വം എന്താണ് എന്ന് അറിയുന്നതിനുള്ള ഒരു അന്വേഷണം. അതാണ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ടൈറ്റിലിൻ്റെ അർത്ഥം. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞു ഹൗ ടു ബി യുണീക്ക് എന്ന്. അതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം നമുക്ക് മുന്നിൽ വെച്ച സന്ദേശം. ഹൗ ടു ബി യുണീക്ക്, എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. ഇവിടെ ഈ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്ന് നമുക്ക് വളരെ രസകരമായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. In the Cockcroft Lecture Room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. Okay, in the Cockcroft Lecture Room അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1980 ഏപ്രിൽ 29 ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെച്ചിട്ടാണ് ഈ കിറ്റി ഗേൽ ഫെർഗൂസൺ ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ scientists and university dignitaries gathered in steep tiers of seats facing two-story wall of chalkboard and slide screen. അതായത് ധാരാളം സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായ ധാരാളം ആളുകളും അവിടെ കൂടിയിരിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? അവിടെ ഒരാളുടെ സ്പീച്ച് നടക്കുകയാണ്. ആ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ പ്രശസ്തരായ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളുമെല്ലാം കോക്രോഫ്റ്റ് ലെക്ചർ ഹാളിൽ കൂടിയിരിക്കുകയാണ്. The occasion was the inaugural lecture by a new Lucasian professor of mathematics, a 38-year-old mathematician and physicist, Stephen Hawking. അതായത് ഒരു 38 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രൊഫസറിൻ്റെ ഇനാഗുറൽ സ്പീച്ച് കാണാനായിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്? എന്താ നോക്കാം.
Lucasian Chair is a mathematics professorship in the University of Cambridge. Its holder is known as Lucasian Professor. അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സിൻ്റെ ചെയറിന് അല്ലെങ്കിൽ ഹെഡിന് പറയുന്ന പേരാണ് ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസർഷിപ്പ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷന് പറയുന്ന പേരാണ് ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്. അവിടെ ആര് വന്നാലും ലുക്കേഷ്യൻ ചെയർ എന്നാണ്, മാത്തമാറ്റിക്സിൻ്റെ ഹെഡിനെ പറയുന്ന പേര് ലുക്കേഷ്യൻ ചെയർ എന്നാണ് പറയുന്നത്. അവിടെ ആര് വന്നാലും, ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ആര് വന്നാലും അവരെ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് വിളിക്കും. അങ്ങനെ ഇദ്ദേഹം അവിടെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസർഷിപ്പ് ഏറ്റെടുത്തു. അങ്ങനെ ഇദ്ദേഹത്തിനും ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന പേര് കൈവന്നു. ഓക്കെ, അപ്പോൾ ഈ ലുക്കേഷ്യൻ പ്രൊഫസർ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ, അദ്ദേഹത്തിന് അപ്പം 38 വയസ്സ് പ്രായമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇനാഗുറൽ സ്പീച്ച് കേൾക്കാനായിട്ടാണ് ഇത്രയധികം ആളുകൾ അവിടെ കോക്രോഫ്റ്റ് ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഓക്കെ, the title of the lecture was a question: is the end in the sight for theoretical physics? അദ്ദേഹത്തിൻ്റെ ഈ ലെക്ചറിൻ്റെ ടൈറ്റിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്? സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അവസാനം ആയോ? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ? ഇവിടെ തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രം, അതിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആരംഭിക്കുന്നത്. ഹോക്കിംഗ് സ്റ്റാർട്ടിൽഡ് ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അദ്ദേഹത്തിൻ്റെ ലിസണേഴ്സിന് മുഴുവൻ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ ഞാനത് കണ്ടു തുടങ്ങി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. He invited them to join him in a sensational escape through time and space to find the holy grail of science. ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് അതൊരു മിഡീവൽ ലെജൻഡാണ്. ദ കപ്പ് സെഡ് ടു ബി യൂസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് സപ്പർ. അതായത് അവസാന അത്താഴത്തിൽ, അന്ത്യാത്താഴത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഉപയോഗിച്ച കപ്പിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. അവിടെ ഇദ്ദേഹം പറയുന്നത് ടൈം ആൻഡ് സ്പേസ്, സമയത്തിനും കാലത്തിനും ഇടയിലൂടെ സഞ്ചരിച്ച് സമയത്തിനും കാലത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് സയൻസിൻ്റെ വിശുദ്ധ പാനപാത്രം നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ്. സയൻസ് എന്ന് പറയുന്ന സയൻസ് ഈസ് ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. അതായത് ഈ യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്ന് സയൻസ് മാത്രമാണ് എന്നാണ് ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റീഫൻ ഹോക്കിംഗ് sat silently in a wheelchair while one of his students read his lecture to the assembled company. സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ വീൽ ചെയറിൽ വളരെ ശാന്തനായി നിശബ്ദനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ സ്പീച്ച് വായിച്ച് കേൾപ്പിക്കുന്നത്. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. Judged by his appearance alone, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് ഹോക്കിങ്ങിന് വലിയ അഡ്വഞ്ചർ ഒന്നും നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് ബോൺ ഓൺ 8th January 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1942 ജനുവരി 8 ഈ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ, ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഗലീലിയോയുടെ മരണത്തിന് ശേഷം കൃത്യം 300 വർഷത്തിന് ശേഷമാണ് ഈ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത്. അത് ഗലീലിയോ എന്ന് പറയുന്ന ഹീസ് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഫാദറായിട്ടാണ് ഗലീലിയോയെ നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കൃത്യം 300 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിക്കുന്നത്. Frank and Isabel Hawking, Stephen's parents were not wealthy, but they believed in the value of education. Frank and Isabel, ഇവരാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മാതാപിതാക്കൾ. They were not wealthy, but they realized or they believed the value of education.
So they planned for Stephen to go to Westminster, a famous public school in the heart of London. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വെസ്റ്റ്മിനിസ്റ്ററിൽ അയച്ച് പഠിപ്പിക്കാനായിട്ട് ഫ്രാങ്കും ഇസബലും തീരുമാനിക്കുകയാണ്. വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലണ്ടൻ്റെ ഹൃദയഭാഗത്തുള്ള അല്ലെങ്കിൽ ലണ്ടൻ നഗരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്കൂളാണ് വെസ്റ്റ്മിനിസ്റ്റർ. അവിടെ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. പക്ഷേ വെസ്റ്റ്മിനിസ്റ്ററിലേക്കുള്ള ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ സമയത്ത് സ്റ്റീഫന് അസുഖം ബാധിച്ചു കിടന്ന കാരണം അദ്ദേഹത്തിന് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. Therefore he attended the local St. Alban school. അതുകൊണ്ട് ഇദ്ദേഹത്തെ സെൻറ്റ് ആൽബൻ സ്കൂളിൽ ചേർക്കുകയാണ് ഉണ്ടായത്. By the time he was 8, he was thinking seriously about becoming a scientist. സോ 8ാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം താനൊരു ശാസ്ത്രജ്ഞനാകണം അല്ലെങ്കിൽ തനിക്കൊരു ശാസ്ത്രജ്ഞനാകണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ, ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. സോ ഫ്രാങ്ക് ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഫാദർ ആഗ്രഹിച്ച് തന്നെപ്പോലെ തൻ്റെ മകനും മെഡിസിൻ എടുത്ത് പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ബയോളജി വളരെ ഇംപ്രിസൈസ് ആണ് എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നി. ഇംപ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യതയില്ലാത്ത ഒന്നാണ് ബയോളജി എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെഡിസിന് ചേരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. He wanted a subject in which he could look for exact answers and get to the root of things. അദ്ദേഹത്തിന് he wanted a subject in which he could look for exact answers. വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആൻഡ് ഗെറ്റ് ടു റൂട്ട് ഓഫ് തിങ്സ്, അതിൽ നിന്ന് അതിൻ്റെ അടിവേരുകൾ വരെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം വരെ അറിയാൻ പറ്റുന്ന കൃത്യതയുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആഗ്രഹം. സോ യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിജി. സോ യങ് സ്റ്റീഫൻ ഒരു ജീനിയസ് ഒന്നും അല്ലായിരുന്നു. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. ഒരു സാധാരണ ഇംഗ്ലീഷ് സ്കൂൾ ബോയ്, ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആണ് സ്റ്റീഫൻ ഹോക്കിങ്. Slow in learning to read, his handwriting the despair of his teachers. Slow in learning to read, അദ്ദേഹം വളരെ പതിയാണ് വായിക്കാനായി പഠിച്ചത്. അതുമാത്രമല്ല ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ടു ഹിസ് ടീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. He was ranked no more than halfway up in his class, though he now says in his own defense it was a very bright class. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് പകുതിയിലും താഴെയായിരുന്നു. ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ പകുതിയിലും താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റാങ്ക്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്, അത് വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. At 14, Stephen knew that he would pursue mathematics and physics. At 14, 14ാമത്തെ വയസ്സായപ്പോഴേക്കും സ്റ്റീഫൻ ഹോക്കിങ് തീരുമാനിച്ചു താൻ മാത്തമാറ്റിക്സും ഫിസിക്സും എടുത്താണ് പഠിക്കേണ്ടതെന്ന്. His father called this impractical, for there were no jobs in mathematics except teaching. സോ അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞു അതൊരു വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം മാത്തമാറ്റിക്സ് ധാരാളം ജോബൊന്നും ഓഫർ ചെയ്യുന്നില്ല, എക്സെപ്റ്റ് ടീച്ചിങ് അല്ലാതെ മറ്റു ജോബൊന്നും മാത്തമാറ്റിക്സ് ഓഫർ ചെയ്യുന്നില്ല. Moreover, he wanted his son to attend his own college, and Oxford offered no mathematics. അതുമാത്രമല്ല താൻ പഠിച്ച കോളേജിൽ തൻ്റെ മാനെ ചേർക്കണമെന്ന് ഫ്രാങ്കിന് ആഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ മാനെ അവിടെ ചേർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ സമയത്ത് മാത്തമാറ്റിക്സ് ഓഫർ ചെയ്യുന്നില്ലായിരുന്നു. ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി. അവൻ്റെ അച്ഛൻ്റെ അഡ്വൈസ് അംഗീകരിച്ചു. ഹി സ്റ്റഡീഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. കെമിസ്ട്രിയും ഫിസിക്സും പിന്നെ സബ്ബായിട്ട് മാത്തമാറ്റിക്സും പഠിക്കാൻ തീരുമാനിച്ചു. In preparation for the entrance into Oxford, he did well in physics and the interview was brilliantly accepted. ഓക്സ്ഫോർഡിലേക്കുള്ള ആ എൻട്രൻസ് എക്സാമിനേഷനിൽ അദ്ദേഹം ഫിസിക്സിൽ വളരെ മനോഹരമായിട്ട് he did well in physics and the interview was brilliantly accepted. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഫിസിക്സിൽ പെർഫോം ചെയ്തു. അതുപോലെ ഇൻ്റർവ്യൂവിലും അദ്ദേഹം മനോഹരമായി പെർഫോം ചെയ്തു. he was admitted to Oxford. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. 1959 at the age of 17, 17ാമത്തെ വയസ്സിൽ ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്, പ്രകൃതിശാസ്ത്രവും, ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. അതുമാത്രമല്ല പ്രകൃതിശാസ്ത്രവും അതുപോലെ തന്നെ ഫിസിക്സിൽ, ഭൗതികശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷനും എടുത്തു. He joined University College, his father's college, and the oldest at Oxford, founded in
49 AD. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ്, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ ജോയിൻ ചെയ്തു. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ പഠിച്ചതും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്കൂളും ഈ പറയുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോളേജ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജാണ്. യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചത് 1249 AD Nevertheless, for about a year and a half, Hawking was lonely and bored. എന്നിരുന്നാലും for about a year and a half, ഏകദേശം ഒരു 1.5 വർഷത്തോളം ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. അവൻ ഏകനും അതുപോലെ തന്നെ ആ ജീവിതം അവനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. He was not inspired to relieve his boredom by exerting himself academically. സോ തൻ്റെ ആ ഒരു മടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും പുറത്ത് ചാടാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുതന്നെയല്ല, അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ ഒരു മടുപ്പും ഈ ഒരു ഏകാന്തതയും കാരണം. ബട്ട് halfway through his second year, he began enjoying Oxford. പക്ഷേ 2ാമത്തെ വർഷം ഏകദേശം പകുതി ആയപ്പോഴേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. He became popular and well accepted among his peers. തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ അവൻ വളരെ പ്രിയപ്പെട്ടവനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലറുമായി. They remember him as lively, buoyant and adaptable. സോ അവരുടെ ഇടയിൽ ഇവൻ വളരെ ലൈവ്ലിയും അതുപോലെ തന്നെ ഉത്സാഹമുള്ളവനും അതുപോലെ തന്നെ വളരെ അഡാപ്റ്റബിളുമായിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലെല്ലാം സ്റ്റീഫൻ ഹോക്കിംഗ് അറിയപ്പെട്ടു. He wore his hair long, was famous for his wit, liked classical music and science fiction and took part in sports. He wore his hair long. അദ്ദേഹത്തിന് വളരെ നീണ്ട മുടിയുണ്ടായിരുന്നു. അതുമാത്രമല്ല, വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. വളരെ നല്ല വിറ്റൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ. അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻസ് ഇഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. അതുപോലെ തന്നെ സ്പോർട്സിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. ഹൗവർ അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ, പക്ഷേ എന്നിരുന്നാലും 3ാമത്തെ വർഷം അവസാനമായപ്പോഴേക്കും ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലണ്ടേഡ്. ഫ്ലണ്ടേഡ് മീൻസ് ഹി വാസ് സ്ട്രാങ്കിൾഡ്. ഹോക്കിംഗ് ഏകദേശം അവിടെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഹി സെലക്ടഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. ഹോക്കിംഗ് തിയററ്റിക്കൽ ഫിസിക്സ്, അതായത് സൈദ്ധാന്തിക ഭൗതികശാസ്ത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. He had then applied to do a Ph.D. at Cambridge and was accepted on condition that he got a first from Oxford. സോ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അപ്ലൈ ചെയ്തു. അവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാം എന്ന് അവർ പറഞ്ഞു. പക്ഷേ അവരൊരു കണ്ടീഷൻ വെച്ചു. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി പുറത്തു വരികയാണെങ്കിൽ താങ്കളെ കേംബ്രിഡ്ജിൽ അഡ്മിറ്റ് ചെയ്യാം, PhDക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് അവരൊരു കണ്ടീഷൻ വെച്ചു. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ഹോക്കിംഗ് വളരെയേറെ കോൺഫിഡൻ്റ് ആയി കാണപ്പെട്ടു. കാരണം വളരെ എളുപ്പത്തിൽ തനിക്കത് പാസ്സാകാൻ പറ്റുമെന്ന് ഹോക്കിങ്ങിന് തോന്നി. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, പക്ഷേ പരീക്ഷയുടെ ദിവസം അടുത്തു വന്നപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. ഹോക്കിംഗ് പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ ആ ഒരു ബോർഡർ ലൈനിൽ ഹോക്കിംഗ് വന്നുപെട്ടു. Faced with a borderline result, the examiners summoned Hawking for an interview and questioned him about his plans. സോ ഈ ഒരു റിസൾട്ട്, അതായത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലുള്ള ബോർഡർ ലൈനിൽ വന്നതുകൊണ്ട് കേംബ്രിഡ്ജിലെ പ്രൊഫസേഴ്സ് ഇദ്ദേഹത്തിനൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. So ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, if I get a first, എനിക്കൊരു ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ I will go to Oxford. If I get a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. സോ തനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ താൻ കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യുകയും തനിക്ക് സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ താൻ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ആ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ
സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് I will join Cambridge. If I get a second, I will remain at Oxford. So I expect first from you. You give me first. So they gave him first and he joined Cambridge University for doing his PhD in theoretical physics. Okay. His first year at Cambridge was worse than at Oxford. So ഓക്സ്ഫോർഡിനേക്കാളും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജിലെ ആദ്യത്തെ വർഷം. His slipshod mathematical background caught up with him and he found general relativity extremely tough. സോ അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഷോട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കെയർലെസ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു, അത് അദ്ദേഹത്തിന് വളരെയേറെ പ്രശ്നമുണ്ടാക്കി. ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. അത് തന്നെയല്ല, ജനറൽ റിലേറ്റിവിറ്റി വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടും അദ്ദേഹത്തിന് തോന്നി. അനദർ ഫാർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം അറൗസ് ദെൻ. During his third year at Oxford, Hawking started getting clumsy. സോ അദ്ദേഹത്തിൻ്റെ മൂന്നാം വർഷം, ഓക്സ്ഫോർഡിലെ മൂന്നാം വർഷമായപ്പോഴേക്കും വേറൊരു പ്രശ്നം ഉണ്ടായി വന്നിരുന്നു. ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ഹി വുഡ് ഫാളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. അതായത് അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡിലെ മൂന്നാമത്തെ വർഷം അദ്ദേഹം ഒരു കാരണവുമില്ലാതെ ഒന്ന് രണ്ട് തവണ വീഴാൻ കാരണമായി. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. So the following autumn, ആ ഓട്ടം കേംബ്രിഡ്ജിൽ വന്നപ്പോഴേക്കും, ഓട്ടം സീസൺ ആയപ്പോഴേക്കും ഹോക്കിങ് വീണ്ടും ചില ഫിസിക്കൽ പ്രോബ്ലംസ് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ ലേസ് കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അത് തന്നെയല്ല, ചില സമയത്ത് സംസാരിക്കുന്നതിനും ചില പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് തുടങ്ങി. ഓക്കെ. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963, തൻ്റെ 21ാമത്തെ ബർത്ത്ഡേ, അതായത് 1963 അദ്ദേഹത്തിന് 21 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 21ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചതിന് തൊട്ടടുത്ത് ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഹോക്കിങ് ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തിന് ബാധിച്ചു. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. സോ എന്താണ് അദ്ദേഹത്തിന് ബാധിച്ച അസുഖം? ഇതിൻ്റെ പേര് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. ആ സമയത്ത് ആ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. സോ ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. ഈ അസുഖം എന്ന് പറയുന്നത് സ്പൈനിലും, അതായത് നട്ടെല്ലിലും അതുപോലെ തന്നെ ബ്രെയിനിലുള്ള നെർവ് സെൽസ് വളരെ പതിയെ ഗ്രാജുവലായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നശിച്ചു പോകുന്ന ഒരു രോഗമാണ്. അറ്റ് ഫസ്റ്റ് ഹി വെൻ ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ആദ്യം തന്നെ ഈ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോയി. He did not know what he ought to do or what his future would be like. സോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ ഭാവി എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിനൊരു രൂപവുമില്ലായിരുന്നു. My dreams at that time were rather confused, he admitted. എൻ്റെ സ്വപ്നങ്ങൾ ആ സമയം വളരെയേറെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. Before my condition was diagnosed, I had been very bored with life. സോ എൻ്റെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ജീവിതം വളരെ മടുപ്പുളവാക്കുന്നതായിരുന്നു എനിക്ക്. There did not seem to be anything worth doing. സോ എന്തെങ്കിലും ഒന്ന് ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലമതിപ്പുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamed that I was going to be executed. സോ ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നെ ഉടൻ തന്നെ തൂക്കിലേറ്റാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം വളരെയേറെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും തന്നെ കൃത്യമായിട്ട് ചിന്തിക്കാനോ കാര്യങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനോ സാധിച്ചില്ല. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. സോ ഞാൻ പെട്ടെന്ന് തന്നെ ചിന്തിച്ചു, ഈ നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. എനിക്ക് രോഗമുക്തി നേടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് രോഗമുക്തി നേടുകയാണ് എങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. Another recurring dream was the idea of sacrificing my life to save others. മറ്റൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. After all, if I were going to die, I might as well do some good. സോ ആഫ്റ്റർ ഓൾ ഞാൻ മരിക്കുകയാണ് എങ്കിൽ മരിക്കുന്നതിന് മുമ്പ്
കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്പ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. സോ ഹോക്കിങ്സിൻ്റെ ഡോക്ടേഴ്സ്, അദ്ദേഹത്തിനെ നോക്കിയ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്ത് പോവുകയാണ്, അതായത് വലിയ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയാണ്. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ രോഗം വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കീഴടക്കാനായിട്ട് തുടങ്ങി. They soon informed him that he had only about 2 more years to live. സോ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞു, തനിക്കിനി 2 വർഷം കൂടിയേ ജീവിക്കാൻ, അല്ലെങ്കിൽ തനിക്കിനി 2 വർഷം കൂടിയേ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന്. 2 years passed. 2 വർഷം കഴിഞ്ഞു. The progression of the disease had slowed. ഈ രോഗത്തിൻ്റെ വളർച്ച പതിയെയായി. I didn't die. ഞാൻ മരിച്ചില്ല. In fact, although there was a cloud hanging over my future. എന്നിരുന്നാലും എൻ്റെ ഭാവിക്ക് മുകളിൽ ഒരു കാർമേഘം തൂങ്ങിക്കിടക്കുകയാണ്, അതായത് എൻ്റെ ഭാവി ഇരുളടഞ്ഞ് തന്നെ നിൽക്കുകയാണ്. I found to my surprise that I was enjoying life in the present more than before. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഐഡൻറ്റിഫൈ ചെയ്തു, പണ്ടത്തെക്കാളും വളരെ മനോഹരമായിട്ട് ഞാനിപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് എന്ന്. Total disability and death, though still a not too distant certainty. Total disability and death. Total പൂർണ്ണമായ വൈകല്യവും മരണവും ഏറെ അകലെ അല്ലെങ്കിൽ കൂടി അത് കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കപ്പെടുകയായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. സോ ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വൈകല്യം, അതുപോലെ തന്നെ ഡെത്ത്, മരണം, ഇത് രണ്ടും എന്നെ തേടിയെത്തും, എനിക്കതറിയാം. അത് വളരെ അകലെയല്ല എങ്കിലും എന്നാലും കുറച്ച് കാലത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്നു. അതൊന്നും they were postponed for some time. Hawking had his reprieve, a precarious and a temporary one, but life was precious. സോ അതുകൊണ്ട് തന്നെ ഹോക്കിങ്ങിന് തൽക്കാലത്തേക്കുള്ള ഒരു രോഗമുക്തി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ജീവിതം വളരെയേറെ വിലപ്പെട്ടതാണ് എന്ന്. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. സോ സെൻറ്റ് ആൽബനിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ഹോക്കിംഗ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുകയാണ്. ടു ഹെർ, ദിസ് ഡിസബിൾഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീം ടെറിബിളി ഇൻ്റലിജൻറ്റ്, eccentric and rather arrogant, but he was interesting and she liked his wit. So ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഡിഷബിൾഡ് മീൻസ് ഉലഞ്ഞ. ദിസ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വാസ് വെരി ടെറിബിളി ഇൻ്റലിജൻറ്റ്. ഈ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വളരെയേറെ ബുദ്ധിയുള്ളവനായിട്ടും അതുപോലെ തന്നെ വാസ് എക്സെൻട്രിക് ആൻഡ് ഫാദർ അരഗൻറ്റ്, വളരെ ബുദ്ധിയുള്ള ഒരു പയ്യനായിട്ടും ബുദ്ധിമാനും അതുപോലെ തന്നെ അസാധാരണ സ്വഭാവമുള്ള ഒരു കർക്കശക്കാരനായ ഒരു വിദ്യാർത്ഥിയായിട്ട് ജെയിൻ വൈൽഡിന് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ തോന്നുകയാണ്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. സോ ഈ പയ്യൻ വളരെയേറെ രസകരമായ സ്വഭാവമുള്ളവനാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇയാളുടെ നർമ്മബോധവും പെരുമാറ്റവുമല്ല ജെയിൻ വൈൽഡിനെ സ്റ്റീഫൻ ഹോക്കിങ്ങിലേക്ക് ആകൃഷ്ടയാക്കി. ഓക്കെ. When Jane met him again after his discharge from the hospital, he was really in a pathetic state. സോ ജെയിൻ വീണ്ടും ഈ പയ്യനെ കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഈ പയ്യൻ ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ജെയിൻ വീണ്ടും ഈ പയ്യനെ കണ്ടു. അറ്റ് ദാറ്റ് ടൈം ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. ആ സമയത്ത് ഈ പയ്യൻ ഒരു വളരെയേറെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് ഹീസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ജെയിൻ വൈൽഡ് പറയാണ്, ആ സമയത്ത് ഈ പയ്യന് ജീവിക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഈ പയ്യൻ ആ സമയത്ത് വളരെയേറെ കൺഫ്യൂസ്ഡ്, വളരെയേറെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഷി വാസ് നോട്ട്, ഹൗവർ, പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. സോ എന്നിരുന്നാലും അവൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കണ്ടിട്ട് ജെയിൻ വൈൽഡിന് യാതൊരുവിധ പരിഭ്രമവും തോന്നിയില്ല. ഷി വാസ് റാദർ എ ഷൈ ടീനേജർ, സീരിയസ് മൈൻഡഡ്, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ, ആൻഡ് എ ബിലീഫ് ദാറ്റ് good can come out of any adversity. So she was rather a shy teenager. So ഒരു നാണം കുടുങ്ങിയായ ടീനേജറായിരുന്നു ഈ ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത്. ഷി വാസ് എ ഷൈ ടീനേജർ,
പക്ഷെ വളരെയേറെ സീരിയസ് മൈൻഡഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ദൈവത്തിൽ വളരെയേറെ വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ജെയിൻ വെയിൽഡ്. ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ജെയിൻ വെയിൽഡിന് ലഭിച്ചത് ജെയിൻ വെയിൽഡിൻ്റെ അമ്മയിൽ നിന്നാണ്. അതുമാത്രമല്ല ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി, ഏത് മോശം അവസ്ഥയിൽ നിന്നും നന്മ പുറത്തു വരും, നന്മ ഉണ്ടാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസവും ഈ ജെയിൻ വെയിൽഡിന് കൈമുതലായിട്ടുണ്ടായിരുന്നു. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹോക്കിംഗ് ഇവരുടെ ഈ ശുഭാപ്തി വിശ്വാസത്തെ വളരെയേറെ പ്രശംസിക്കുകയും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. After a while, the two began to realize in Jane's world that together we could make something worthwhile. So, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി കാണും, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും മികച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് നന്മ ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻറ്റ്. ആ ഒരു ചിന്താഗതി സ്റ്റീഫൻ ഹോക്കിങ്ങിന് വളരെയേറെ വ്യത്യാസം കൊണ്ടുവന്നു. He applied for a research fellowship at KS, one of the colleges in Cambridge University. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കയസ് എന്ന് പറയുന്ന കോളേജിൽ സ്റ്റീഫൻ ഹോക്കിങ് ഒരു ഫെലോഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു, ഒരു റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇൻ 1965, at the age of 23, Hawking received his fellowship at KS. 1965 at the age of 23, 23-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പ് ലഭിച്ചു. And in July the same year, James and he were married. ആ വർഷം ജൂലൈ തന്നെ ജെയിനും സ്റ്റീഫൻ ഹോക്കിങ്ങും കല്യാണം കഴിക്കുകയും ചെയ്തു. പീപ്പിൾ ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. So 1960s യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആളുകൾ ഇദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആളുകൾ പല രീതിയിലും ഓർത്തിരുന്നു. ആളുകൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലൊരു വടിയും മറു കൈ അദ്ദേഹം ഭിത്തിയിൽ പിടിച്ചുമാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. He spoke with what sounded like a slight speech impediment. അദ്ദേഹം സംസാരിക്കുമ്പോൾ സംസാരത്തിന് ചെറിയൊരു ഇടർച്ച വന്നിരുന്നു. But more than that, they remember his brashness in sessions involving some of the world's most distinguished scientists. പക്ഷേ വേറൊരു കാര്യം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, they remember his brashness in sessions. Brashness means ധിക്കാരമുള്ള, brashness in sessions involving some of the world's most distinguished scientists. ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിരിക്കുന്ന സെഷനിൽ പോലും തനിക്ക് അറിയാവുന്ന വിഷയത്തിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചിരുന്നു. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. മറ്റ് യങ് സയൻറ്റിസ്റ്റ്, വലിയ സയൻറ്റിസ്റ്റുകൾ ഇരിക്കുന്ന വേദിയിൽ മറ്റ് യങ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം ഒരു റിവറൻഷ്യൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ വിനീതമായ നിശബ്ദത എടുക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് മാത്രം വളരെ അഗ്രസീവായിട്ട്, വളരെ പെനട്രേറ്റിംഗ് ആയിട്ടുള്ള, അതുമാത്രമല്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ എന്താ പറയുന്നത്, ലോകത്തിലെ മികച്ച ഡിസ്റ്റിങ്വിഷ്ഡ് ശാസ്ത്രജ്ഞരോട് സ്റ്റീഫൻ ഹോക്കിങ് ചോദിച്ചിരുന്നു. മറ്റുള്ളവർ ഒരു റിവറൻഷ്യൽ സൈലൻസ് എടുക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ് യാതൊരു മടിയുമില്ലാതെ ധൈര്യത്തോടെ തനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നു. He clearly knew that he was talking about his reputation as a genius, another Einstein began them. So സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, സ്റ്റീഫൻ ഹോക്കിങ്ങിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു താൻ എന്താണ് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ താൻ ചോദിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ ഗാഢമായ നോളജ് ഉണ്ടായിരുന്നു. ആ നോളജ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്രയും കറേജിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ലോകത്തിലെ പ്രമുഖരായ സയൻറ്റിസ്റ്റിൻ്റെ മുന്നിലൊക്കെ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ജീനിയസ് ആയിട്ട് മറ്റുള്ളവർ കരുതുകയും ഇദ്ദേഹത്തെ അനദർ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അനദർ ഐൻസ്റ്റീൻ എന്ന് മറ്റുള്ളവർ വിളിക്കാനും തുടങ്ങി. In 1980, a practical need for funds launched him into a new enterprise that was to have a far-reaching impact on the Hawkings and others all over the world. So, in 1980, 1980 അദ്ദേഹത്തിന് കുറച്ച് ഫിനാൻസിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയൊരു എൻ്റർപ്രൈസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചു.
പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. He thought of writing a book about universe, about the most interesting questions that had made him want to study cosmology and quantum theory. സോ അദ്ദേഹം ഫണ്ട് റേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഒരു ബുക്ക് എഴുതുന്നതിലൂടെ ആണ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. He thought of writing a book about universe, അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ബുക്ക് എഴുതുക. അതുമാത്രമല്ല ആ ബുക്കിനകത്ത് വളരെ രസകരമായ ചില ചോദ്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. എന്തൊക്കെയാണ്? മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. കോസ്മോളജി മീൻസ് പ്രപഞ്ചഘടനാശാസ്ത്രം ആൻഡ് ക്വാണ്ടം തിയറി മീൻസ് ഊർജ്ജഗണവാദം. അതായത് കോസ്മോളജിയെക്കുറിച്ചും ക്വാണ്ടം തിയറിയെക്കുറിച്ചുമുള്ള രസകരമായ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്താനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഈ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ? യൂണിവേഴ്സ് അത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസാനമില്ലാത്തതാണോ? അല്ലെങ്കിൽ ഇതിന് എവിടെയെങ്കിലും ഒരു അതിര് ഉണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഇഫ് സോ ഹൗ? ഈ പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കുമോ? അവസാനിക്കുമെങ്കിൽ അത് എങ്ങനെ? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? ഈ യൂണിവേഴ്സിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപൂർണമായ ഒരു തിയറി, ഒരു സിദ്ധാന്തം എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിന് ഒരു കാലത്തിന് ഒരു തുടക്കമുണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? സമയം പിന്നോട്ട് ചലിക്കുമോ? The book begins by rewinding the great theories of the cosmos from Newton to Einstein. ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത, അതായത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറി മുതൽ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച തിയറി വരെയുള്ള എല്ലാ കാര്യങ്ങളും, ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തെക്കുറിച്ച് അതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തിയറികളും ഈ പുസ്തകത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടുത്തിയിരുന്നു. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഈ പുസ്തകം എഴുതിയതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം എന്ന് പറയുന്നത്, അതായത് സാധാരണക്കാരന് സയൻസ് മനസ്സിലാകുക, സാധാരണക്കാരന് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഈ ഒരു ബുക്ക് എഴുതിയത്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. 1984 അദ്ദേഹം ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അതിൻ്റെ റിവിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്കൊരു ട്രിപ്പ് പോയി. There he was down with pneumonia and was left on a life support system. അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹം അവിടെ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ആശുപത്രിയിൽ കഴിയുകയും ചെയ്തു. ഡോക്ടേഴ്സ് ഗിവ് എ ചോയ്സ് ആസ് ടു വെദർ എ tracheotomy operation which would remove his windpipe would be conducted or not. So the tracheotomy means ശ്വസനനാള ശസ്ത്രക്രിയ. tracheotomy means ശ്വസനനാളം ഓപ്പറേഷൻ. ഒരു tracheotomy ഓപ്പറേഷൻ ശ്വസനനാള ശസ്ത്രക്രിയ നടത്തുകയും അദ്ദേഹത്തിൻ്റെ വിൻപൈപ്പ് എടുത്തു കളയുകയും ചെയ്യണമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്, അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. But afterwards he would never again be able to speak or make a vocal sound. With grave misgivings Jane consent. സോ ആ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അദ്ദേഹത്തിന് ഒരിക്കലും സംസാരിക്കാനായിട്ട് സാധിക്കില്ല. യാതൊരുവിധ സൗണ്ടും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. പക്ഷേ ജെയിൻ വെയിൽഡ് സമ്മതിച്ചു. വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി ജെയിൻ വെയിൽഡ് ആ ഓപ്പറേഷന് സമ്മതിച്ചു. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. അതിനുശേഷം ആ ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, അദ്ദേഹത്തിൻ്റെ ഭാവി വളരെ ബ്ലീക്കായിട്ട്, അതായത് ശൂന്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ജെയിൻ റിമാർക്ഡ്, Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. സോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരിക്കലും ശ്വസിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അദ്ദേഹം പിന്നീട് ശ്വസിച്ചിരുന്നത് ഒരു പെർമനൻ്റ് ഓപ്പണിംഗ്, ഒരു സ്ഥിരമായ ഓപ്പണിംഗ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ ഈ ത്രോട്ടിൽ, തൊണ്ടയിൽ ഉണ്ടാക്കിയിരുന്നു. ആ ഓപ്പണിങ്ങിലൂടെയാണ് അദ്ദേഹം പിന്നീട് ശ്വസിച്ചിരുന്നത്. After many weeks of intensive care, he went home to join Jane and his 3 children. So after many weeks of intensive care, വളരെയേറെ ആഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം സ്റ്റീഫൻ ഹോക്കിങ് ജെയിനിനോടും അവരുടെ 3 കുട്ടികളുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം അദ്ദേഹം ചേർന്നു. He was still too weak and ill to continue his research. ഈ സമയത്ത് അദ്ദേഹം വളരെയേറെ ക്ഷീണിതനും അദ്ദേഹത്തിൻ്റെ റിസർച്ച് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള യാതൊരുവിധ വിശ്വാസവും ഇല്ലായിരുന്നു.
Walt Waltos, a computer expert in California, sent him a program he had developed called the Equalizer, which allowed Hawking to select words on the screen. So ആ സമയത്ത് വാൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിൽ ജോലി ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇദ്ദേഹത്തിന് ഒരു ഈക്വലൈസർ ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹത്തിന് നൽകി. ആ ഈക്വലൈസറിൻ്റെ പ്രത്യേകത, that equalizer allowed Hawking to select words from the screen. ആ ഈക്വലൈസർ സാധാരണ നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പടം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയറിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ക്രീനും കാണാറുണ്ട്. ആ സ്ക്രീൻ എന്ന് പറയുന്നതാണ് ആ ഈക്വലൈസറിൽ വേർഡ്സ് തെളിഞ്ഞു വരും. അതിൽ നിന്ന് അദ്ദേഹത്തിന് തനിക്ക് പറയാൻ ആവശ്യമുള്ള വേർഡ്സ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റും. അത് വാൾട്ടോസ് എന്ന് പറയുന്ന ഒരു കാലിഫോർണിയ ബേസ്ഡ് കമ്പ്യൂട്ടർ എക്സ്പേർട്ടാണ് അദ്ദേഹത്തിന് ഈ ഈക്വലൈസർ ഡെവലപ്പ് ചെയ്ത് നൽകിയത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഈക്വലൈസർ Stephen Hawking selected words that are displayed on the screen and അങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ് പിന്നീട് സംസാരിച്ചത്. He thought he would be unable to finish his book. അദ്ദേഹം കരുതി തൻ്റെ ബുക്ക് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കരുതിയില്ല. With the support of his student Brian Witt, തൻ്റെ സ്റ്റുഡൻ്റായ ബ്രാൻ വിറ്റിൻ്റെ സഹായത്തോടെ A Brief History of Time was published in 1988. 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിൻ്റെ സഹായത്തോടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് ബ്രാൻ വിറ്റ്. സെപ്റ്റംബർ 2005 saw the release of an abridged version of the original book. അതിൻ്റെ ഒരു സംഗ്രഹിച്ച വേർഷൻ, സമ്മറൈസ്ഡ് വേർഷൻ 2005 സെപ്റ്റംബറിൽ സ്റ്റീഫൻ ഹോക്കിങ് പബ്ലിഷ് ചെയ്തു. This version was updated to address the new issues that had arisen due to future scientific development. ഈ രണ്ടാമത്തെ എഡിഷനിൽ പ്രതിപാദിച്ചിരുന്നത് it addresses the new issues that had arisen due to future scientific development. അതായത് അതിനുശേഷമുള്ള സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്, അതായത് ശാസ്ത്രത്തിലുണ്ടായ വികസനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു എഡിറ്റിംഗ് കൂടി ഈ രണ്ടാമത്തെ എഡിഷനിൽ ഉണ്ടായിരുന്നു. കാരണം അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ കൂടി ഈ സയൻറ്റിഫിക്, അതായത് ശാസ്ത്ര വികസനവും അതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങളും ഈ രണ്ടാമത്തെ എഡിഷനിൽ സ്റ്റീഫൻ ഹോക്കിങ് ഉൾപ്പെടുത്തിയിരുന്നു. One will encounter a multitude of paradoxes in the books. So ഈ ബുക്കിൽ ഒരു വ്യക്തി ധാരാളം വിരോധാഭാസങ്ങൾ കണ്ടുമുട്ടും. In science and with people, things are often not what they seem. So സയൻസിൻ്റെ കാര്യമാകട്ടെ അല്ലെങ്കിൽ ആളുകളുടെ കാര്യമാകട്ടെ, things are often not what they seem. നമ്മൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. And pieces that ought to fit together refuse to do so. So യോജിപ്പിക്കപ്പെടാവുന്ന കഷ്ണങ്ങളാണ് എങ്കിൽ പോലും, യോജിപ്പിക്കാം എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അവയൊന്നും യോജിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവയൊന്നും യോജിക്കപ്പെടുന്നില്ല എന്ന കാര്യം നമ്മൾക്ക് മനസ്സിലാവും. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്. സോ അതുമാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാവും, എല്ലാ തുടക്കത്തിനും ഒരു അവസാനമുണ്ടാകും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. സോ വളരെ ക്രൂരമായ സന്ദർഭങ്ങൾ പോലും സന്തോഷത്തിന് ചിലപ്പോൾ വഴിമാറും. ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. പക്ഷേ സക്സസ്സും പ്രശസ്തിയും അല്ലെങ്കിൽ വിജയവും പ്രശസ്തിയും ഒന്നും ഒരിക്കലും ഒരു കാലത്തും നിലനിൽക്കുന്നതല്ല എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. Two great scientific theories taken together seem to give us nonsense. രണ്ട് വലിയ ശാസ്ത്ര തത്വങ്ങളെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് നമ്മൾ യോജിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രണ്ടും മഹാവിഡിത്തരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എംപ്റ്റി സ്പേസ് ഈസ് നോട്ട് എംപ്റ്റി. ഒരു ശൂന്യത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശൂന്യതയുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എംപ്റ്റി സ്പേസസ്, ശൂന്യമായ സ്ഥലം. എംപ്റ്റി സ്പേസ് ഈസ് നോട്ട് എംപ്റ്റി. വി വിൽ ഫൈൻഡ് ദാറ്റ് എംപ്റ്റി വെൻ വി കൺസിഡർ ആൻ എംപ്റ്റി സ്പേസ്. വി വിൽ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എംപ്റ്റി. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. തമോഗർത്തങ്ങൾ ഒരിക്കലും തമോഗർത്തങ്ങൾ ഒരിക്കലും കറുപ്പ് നിറമുള്ളവയല്ല എന്നും നമുക്ക് മനസ്സിലാവും. ആൻഡ് a man whose appearance in space shock and pity takes us laughing toward the boundaries of time and space ought to be but are not. A man whose appearance in space shock and pity. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയേറെ ദയനീയമായ ഒരു അവസ്ഥ നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ചില സമയങ്ങളിൽ അത് നമ്മുടെ ഉള്ളിൽ ചിരി ഉണർത്തും. Toward the boundaries of time and space. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അതിരുകൾ. Space ought to be but are not. പക്ഷേ
യഥാർത്ഥത്തിൽ അതായത് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധികൾ നമ്മളിൽ ചില ചിന്തകളൊക്കെ ഉണർത്തുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. അതായത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ സ്റ്റീഫൻ ഹോക്കിങ് പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. വളരെയേറെ സങ്കടം തോന്നുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിരി തോന്നും. രണ്ട് വലിയ സൈദ്ധാന്തിക സിദ്ധാന്തങ്ങൾ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവ ശൂന്യമാണെന്ന് തോന്നും, അല്ലെങ്കിൽ അവ മഹാവിഡിത്തരങ്ങളാണെന്ന് തോന്നും. തമോഗർത്തങ്ങൾക്കൊന്നും കറുപ്പ് നിറമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ എം ടി ആണ് എന്ന് വിചാരിക്കുന്ന സ്പേസ് ഒന്നും ഒരിക്കലും എം ടി അല്ല എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ എല്ലാ തുടക്കത്തിനും ഒരു ഒടുക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള ചില പാരഡോക്സിക്കൽ പാരഡോക്സിക്കലായിട്ടുള്ള ചില തോട്ടുകളാണ് അദ്ദേഹം ഈ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. It is of course a miracle that Hawking has been able to achieve everything he has, that he is still alive. So അദ്ദേഹം തന്നെ പറയാണ്, ഹോക്കിങ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഞാൻ ഈ ലക്ഷ്യങ്ങൾ നേടി എന്ന് പറയുന്നതും വളരെയേറെ അതൊരു മിറക്കിൾ തന്നെയാണ്, അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ആദ്യം എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്ത ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു 2 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന്. പക്ഷേ ഞാൻ ഇത്രയും കാലം ജീവിച്ചു, ഇത്രയേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അത് ശരിക്കും ഒരു മിറക്കിൾ തന്നെയാണ്. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. So, however, when you experience his intelligence and humor, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, you begin to take his unusual mode of communication. സോ അദ്ദേഹത്തിൻ്റെ ഈ അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹി കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ ഹിസ് ഈക്വലൈസർ, അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഈസ് ഒബ്വിയസ്ലി കാറ്റസ്ട്രോഫിക്കൽ ഫിസിക്കൽ പ്രോബ്ലംസ്. അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ദുരന്ത സമാനമായ ശാരീരിക അവസ്ഥ no more seriously than he seems to himself. അദ്ദേഹം ഇതൊന്നും വളരെ സീരിയസ് ആയി കണക്കാക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തപൂർണമായ ഫിസിക്കൽ സ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥയൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ് ഇറ്റ്. സോ അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. മറ്റുള്ളവരും അങ്ങനെ തന്നെ ആകണം. തങ്ങളുടെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഒന്നും ആരും കാര്യമായിട്ട് എടുക്കണ്ട എന്നാണ്. ആരും കാര്യമായിട്ട് എടുക്കരുത്. കാരണം താൻ ഒരിക്കലും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരും തങ്ങളുടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഒന്നും കാര്യമായിട്ട് എടുക്കാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരണം എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് ഇവിടെ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. He chooses to ignore the difficulty and he expects others to adopt the same attitude. He chooses to ignore the difficulty. ഈ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹം ഒഴിവാക്കിയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം മറ്റുള്ളവരോടും പറയുന്നത് എന്താണ്? നിങ്ങളും എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണം, എന്നെപ്പോലെ ഞാൻ ചെയ്യുന്ന പോലെ എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണം എന്നാണ് അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അദ്ദേഹത്തിൻ്റെ ഈ രോഗം അദ്ദേഹം ഓവർകം ചെയ്ത് അദ്ദേഹം ഫിസിക്സിൻ്റെ സൂപ്പർനോവയായിട്ട്, ഫിസിക്സിലെ പുതിയ താരോദയമായിട്ട് അദ്ദേഹം ഉദിച്ചു വരികയാണ് ചെയ്തത്. സോ ദിസ് ഈസ് ദ സമ്മറി ഓഫ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് റിട്ടൺ ബൈ Kitty Gale Ferguson. This is a biographical writing of Stephen Hawking by Kitty Gale Ferguson. Okay, thank you very much. Please do subscribe my channel, watch my videos, share my videos with your friends. Thank you very much.